എന്റെ പൊന്ന് ഷാജൻജി, ക്രിസ്ത്യൻ സഭകൾ നെപ്പോളിയനെയും സ്റ്റാലിനെയും ഹിറ്റ്ലറിനെയും പേടിച്ചിട്ടില്ല. പിന്നല്ലേ ഇന്ന് ഞാൻ നമ്മുടെ ഷാജൻജിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. അതിൽ നമ്മുടെ ശ്രീ ജിതിൻ പ്രോയുടെ ഒരു റൈറ്റിംഗും വായിക്കുകയുണ്ടായി. അവര് ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ക്രിസ്ത്യൻ സഭകളുടെ ചരിത്രം വേണ്ട രീതി അറിയാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ മോദിജിയുടെ പേരിൽ അവരെ പേടിപ്പിക്കുന്ന ഒരു ധ്വനി വരുന്നത്. അതായത് മോദിജിയെ കുറിച്ചല്ല ഈ വീഡിയോ, മോദിജിയുടെ പേരിൽ ക്രിസ്ത്യാനികളെ പേടിപ്പിക്കാനും ക്രിസ്ത്യൻ സഭകളെ പേടിപ്പിക്കാനും നോക്കുന്ന ആംഗിൾ ഉള്ളവരെ കുറിച്ചാണ്. എനിക്ക് ഷാൻ സാറിനെ വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ ഷാൻ സാറിനോ ഷാൻ ജീന്നോണ് വിളിക്കുന്നത്. ശ്രീ ജിതിൻ ജേക്കബിനെ അനുകൂലിച്ച് അദ്ദേഹത്തിന്റെ പണ്ഡിതോചിതമായ റൈറ്റിങ്ങുകളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവരോട് ഇഷ്ടവും സ്നേഹവും ആദരവുമാണ്. എന്നാൽ അവരുടെ ഈ വീഡിയോയുടെയും റൈറ്റിങ്ങിന്റെയും ടോൺ വളരെ ഒഫൻസീവാണ്. ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക്, സാധാരണ ഹിന്ദുവിന്, സാധാരണ ഇന്ത്യക്കാരന് ദേഷ്യം തോന്നുന്ന ടോണാണ്. ഈ ക്രിസ്ത്യൻ സഭകളെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. അതായത് യഥാർത്ഥത്തിൽ തമ്മേലാണ് കോൺഗ്രസ് ഇനി ഇന്ത്യ ഭരിക്കില്ല, തിരുമേനിമാർ സൂക്ഷിച്ചാൽ കൊള്ളാമെന്ന്. ആലോചിക്കേണ്ടത് ഈ തിരുമേനിമാരും തിരുസഭയും ക്രിസ്ത്യൻ സഭകളും സാക്ഷാൽ നെപ്പോളിയൻ, സ്റ്റാലിൻ, ഹിറ്റ്ലർ അടക്കമുള്ളവരെ പേടിച്ചിട്ടില്ല. ഇന്ത്യ പോലും രാജ്യത്ത് അങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് മോദിജിയെയും പേടിക്കണ്ട, ശ്രീ രാഹുൽ ഗാന്ധിയെയും പേടിക്കണ്ട, ശ്രീ പിണറായി വിജയനെയും പേടിക്കണ്ട. ആരുടെയും ഔദാര്യത്തിലല്ല നമ്മൾ ഇന്ത്യ ജീവിക്കുന്നത്. അത് അങ്ങ് ഓർക്കണം. ആദ്യം അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് വരാം. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെയും വളരെ പ്രസക്തമായ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് എടുക്കാം. ആ വീഡിയോ നമ്മൾ കേൾക്കണം. കാര്യം ഈ ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് BJP-കാർക്ക് പലപ്പോഴും ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാത്തത്. ആ ആറ്റിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി നോക്കാം. ഇന്ത്യയിൽ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലനണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാൽ, ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്. ഇത് ഈ ആംബിയർ ഉള്ള ഒരു സ്പീച്ച് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ട്. അത് കേൾക്കേണ്ട സ്പീച്ചാണ്. എനിക്കത് കേട്ടിട്ട് വളരെ സന്തോഷവും ആനന്ദവും തോന്നി. അതിന്റെ കാരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ BJP-കാർക്ക് സ്ഥിരമുള്ള പ്രശ്നമാണ്. അതായത് BJP-കാർ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നത് അവരാണ് രാജ്യമെന്നാണ്. അങ്ങനെയല്ല. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, പക്ഷെ BJP അല്ല രാജ്യം എന്ന് അവർ തിരിച്ചറിയണം. किसी व्यक्ति का यह अपमान नहीं कर रहे हैं, बार बार मैजिशियन कहकर देश की जनता का अपमान कर रहे हैं अध्यक्ष महोदय. हमारे वीर जवानों ने जो कार्रवाई किया, അതായത് മോദിജിയെ മജീഷ്യൻ എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു. അത് നാട്ടിലെ ജനങ്ങളോടുള്ള അപമാനമാണ്. അതെങ്ങനെയാവും? മോദിജിയെ വിമർശിച്ചാൽ മോദിജിയോടുള്ള വിമർശനം മാത്രമല്ലേ നാട്ടിലെ ജനങ്ങളെല്ലാം അപമാനിക്കുന്നത്? എങ്ങനെയാവും? ഇത് ഈ BJP സംഘപരിവാർ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളാണ് രാജ്യമെന്ന് നിങ്ങൾ കരുതരുത്. എനിക്ക് മോദിജിയെ ഇഷ്ടമാണ്, ആദരവാണ്. അദ്ദേഹത്തിന്റെ 2 പരിപാടിയിൽ പോകാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല ആംഗിളുകളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ മോദിജി ആരെങ്കിലും വിമർശിച്ചാൽ മോദിജിയെ വിമർശിച്ചതാണ്. ഇന്ത്യ അല്ല, ഇന്ത്യ മോദിജി അല്ല. ഇത് പണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. ഇന്ത്യ എന്നാൽ ഇന്ദിരയാണെന്ന്. അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിര എങ്ങനെയാവും? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, ഇന്ദിര എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി കത്തിച്ച് ഭരിച്ചിരുന്ന കാലത്ത്, മോദിജിയെ പോലെ പ്രഭാവശാലിയായി നിന്ന് ഉരുക്ക് വനിതയായിട്ട് അറിയപ്പെടുന്ന കാലത്ത്, ഇന്ത്യ എന്നാൽ ഇന്ദിരയെ എന്നാണ് കോൺഗ്രസിലെ സൈക്കോ ഫാൻസ് വിളിച്ചിരുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് നെഹ്റു അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോദിജി അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പോലും അല്ല. നമ്മുടെ രാജ്യത്ത് ഇവർ ചെയ്യുന്ന മഹത്തരമായ സേവനങ്ങൾ വെച്ച് ഇവർക്ക് അനുകൂലമായി പല ആൾക്കാരും പല കാലത്തിൽ ഇവർക്ക് എന്താ പറയുക വിശേഷണങ്ങൾ നൽകും. അങ്ങനെയാണ് ഉരുക്ക് വനിതയായിട്ട് ഇന്ദിരാഗാന്ധിയും, അല്ലെങ്കിൽ അയൺ മാൻ ഓഫ് ഇന്ത്യ ആയിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ എന്നും, നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവെന്നും മഹാത്മാഗാന്ധിയെയും ഇപ്പൊ മോദിജി അടക്കം ഒരുപാട് വിശേഷണങ്ങളിൽ വിളിക്കുന്നത്. ഇവരെ ആരെങ്കിലും വിമർശിച്ച ഇവരോടുള്ള വിമർശനമാണ്. അത് കേൾക്കണം. രാഹുൽ ഗാന്ധി കിടിലമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ആർമിയെ ഇവർ ചെയ്തു. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൃത്യം മറുപടിയാണ്. Fundamental confusion in the minds of the BJP and its leadership, that they think they are the people of India. You are not the people of India. The people of India are something else. Correct. They also think that they are the armed forces. You are not the armed forces. The armed forces are something else. You are a political organization. You are not India, and you are not the armed forces of India. We are not attacking the people of India. We are not attacking the armed forces of India. We are attacking you. Do not hide behind the people of India or behind the armed forces.
Stop hiding like cowards behind the armed forces and behind the people. Come out and talk to us and have a discussion with us. പൃഥ്വിരാജിന്റെ ആ ഡയലോഗിന്റെ യഥാർത്ഥ രീതിയിലുള്ളതാണ്. അതായത് BJP ഒരു കാര്യത്തിൽ വിമർശിച്ചാൽ, നരേന്ദ്രമോദി ഒരു കാര്യത്തിൽ വിമർശിച്ചാൽ അത് നരേന്ദ്രമോദിയോടുള്ള വിമർശനമാണ്, മോദിജിയോടുള്ള വിമർശനമാണ്. മോദിജി കർഷക ബില്ല് കൊണ്ടുവന്നു. കർഷക ബില്ലിൽ അദ്ദേഹത്തോട് വിമർശനമുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് ആ കർഷക ബില്ല് പിൻവലിക്കുകയുണ്ടായി. ഇതേപോലെ എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ശ്രീ പിണറായി വിജയൻ, ഇതിന്റെ പ്രശ്നമേ അധികാരത്തിന് അടിമത്തം കിടക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ തീരുമാനിച്ചു, അതുകൊണ്ട് സർവശക്തനായ ക്യാപ്റ്റൻ തീരുമാനിച്ചു, കാരണഭൂതം തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പിണറായി വിജയന്റെ അടിമകളല്ല, നമ്മൾ രാഹുൽ ഗാന്ധിയുടെ അടിമകളല്ല, നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ അടിമകളല്ല, നമ്മൾ നരേന്ദ്രമോദിജിയുടെ അടിമകളല്ല, നമ്മൾ ആരുടെ അടിമകളല്ല. ഇവർ നേതാക്കളാണ് വ്യത്യസ്ത പാർട്ടിയിൽ. ഇവരെ വിമർശിച്ചാൽ അവരെ വിമർശിച്ചായിട്ട് എടുത്താൽ മതി. അപ്പോ ഇനി കോൺഗ്രസ് ഇനി ഇന്ത്യ ഭരിക്കില്ല. ഇതേ വിഷയമാണ് നമ്മുടെ ഷാജൻ സാറിന്റെ ടോണിൽ നമ്മൾ കേൾക്കേണ്ടത്. അത് എനിക്കത് ക്രിസ്ത്യാനികളെ ഇഷ്ടമുള്ള ഒരു ഹിന്ദു എന്ന നിലയിൽ, ഇന്ത്യക്കാർ നിലയിൽ എന്റെ രക്തം തെളിച്ചത് കണ്ടിട്ട് നമുക്ക് കേൾക്കാം. സ്പീഡ് ഇട്ട് കേൾക്കുമായിരുന്നു ഒറ്റ സെക്കൻഡ്. ഷാജൻ സാർ ബാലൻസ്ഡ് ആണ് കേട്ടോ. അതായത് മറ്റേ FCRAയിൽ ചില ആശങ്കകളുണ്ട്, അത് പരിഹരിക്കണം, ആ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഷാജൻ സാറിനെ എനിക്കിഷ്ടം. പലരും കരുതുന്ന പോലെ തീവ്ര സംഖ്യയും കാര്യങ്ങളൊന്നും അല്ല. ഇദ്ദേഹം വെൽ ബാലൻസ്ഡ് ആയ ഒരു സെന്റർ ടു റൈറ്റ് ഓഫ് സെന്റർ നിൽക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തോട് യോജിക്കാം വിയോജിക്കാം. ഞാനും ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന ശബരിമല വിഷയത്തിൽ ശക്തമായിട്ട് നമ്മളെ അനുകൂലിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ഷാജൻ സാർ. എന്നാൽ നേരെ കാന്തപുരം ഉസ്താദിന്റെ കാര്യത്തിൽ വളരെ നല്ല നിലപാടെടുത്ത ആളാണ്. എന്നാൽ ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിനോട് ഒരു ഫാർ റൈറ്റ് പൊസിഷനോട് ചേർന്ന് നിൽക്കുന്ന പൊസിഷനെ വിമർശിക്കുകയും ചെയ്യും. അങ്ങനല്ലേ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ട് ഷാജൻ സാറ് വളരെ സ്തുത്യർഹമായ ഒരുപാട് നിലപാടുകൾ എടുക്കാറുണ്ട്, എന്നാൽ എതിർക്കേണ്ട നിലപാടുകളുണ്ട്. ഇതാണ് ജനാധിപത്യ സംവാദം, ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ആശങ്കയൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരിക്കലെങ്കിലും ഒരു FCRA കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സംഘടനയുടെ ലൈസൻസ് പോയാൽ അതിന് മുഴുവൻ ആസ്തികളും പിടിച്ചെടുക്കും എന്നുള്ളത് നിയമവിരുദ്ധമാണ്. FCRA ഫണ്ടായി കൊണ്ടുവന്നിരിക്കുന്ന പണം ദുരുപയോഗിച്ചുകൊണ്ട് മറ്റൊരു ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആസ്തി പിടിച്ചെടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ FCRAയുടെ ഒരു സഹായമുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ സ്ഥാപനത്തിന് മുഴുവൻ ആസ്തികളും പിടിച്ചെടുക്കുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനിരിക്കുമ്പോൾ എടുത്തു ചാടി ബഹളം വയ്ക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ് ക്രൈസ്തവ സഭകളും അതിന്റെ തലവന്മാരും. എങ്ങനെ എടുത്തു ചാടുന്നു സാർ? ഈ ബില്ല് കൊണ്ടുവന്ന ആരാ? ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ ബില്ല് കൊണ്ടുവന്നവർക്കില്ലേ? ഷാജൻ സാർ ഈ പറയുന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ ബില്ല് കൊണ്ടുവന്നവർക്കില്ലേ? ക്രിസ്ത്യൻ സഭകൾ ബഹളം വെക്കുന്നതാണോ പ്രശ്നം? ക്രിസ്ത്യൻ സഭകൾ വളരെ സത്യവും ശരിയുമായ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചതാണ്. അനാവശ്യമായി ക്രിസ്ത്യൻ സഭകളുടെയും ബാക്കി NGOകളുടെയും അവർക്ക് കിട്ടുന്ന ധനസഹായം ഇല്ലാതാക്കാനും അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇല്ലാതാക്കാനും അവരുടെ സ്വത്തുവകകൾ കൈയേറാനും ശ്രമിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യണ്ടേ? രാജ്യത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ വിദേശ ഫണ്ട് എത്തിക്കുന്നത് ഹൈന്ദവ സ്ഥാപനങ്ങളായിരിക്കവേ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രം ചാടിയിറങ്ങിയത്? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിത്യാനന്ദ റൈ എന്ന മന്ത്രി അത് പ്രസന്റ് ചെയ്യപ്പം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞു. അത് നിർബന്ധിത മതപരിവർത്തനം പറഞ്ഞാൽ വടിയാണ് ക്രിസ്ത്യാനികളെ അടിക്കാൻ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ അടിക്കുന്നത് പോലെ. അവൻ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് ഇതൊരു ഭീഷണിയാണ് എന്ന് മന്ത്രി പച്ചയ്ക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ സഭകൾക്ക് അവരെ കുറിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി. അതായത് ഇങ്ങനെ ചില വടികൾ ഉണ്ടാക്കി വെച്ചിരിക്കും ആൾക്കാരെ അടിക്കാൻ. എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ. സവർണ ഹിന്ദുക്കളെ അങ്ങനെ പലപ്പോഴും ഈ ജാതീയതയുടെ പേരിൽ അടിക്കുന്നുണ്ട്. ജാതീയത എന്ന പ്രശ്നമുണ്ട്. പക്ഷെ ഈ വടി ഉപയോഗിച്ച് അവരെ അടിക്കുക, സ്റ്റിക്ക് ടു ബീറ്റ് എന്നാണ് നമ്മൾ പറയുക. ഇതേപോലെ മുസ്ലിങ്ങളെ ലവ് ജിഹാദിന്റെ പേരിൽ അടിക്കുക, ക്രിസ്ത്യാനികളെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞ് അടിക്കുക. ആ അടി ഇതൊക്കെ കുറച്ച് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള എല്ലാവർക്കും മനസ്സിലാവൂലേ? ക്രൈസ്തവ സഭാ തിരുമേനിമാർ മാത്രം പൊട്ടിത്തെറിച്ചത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു. ഒരു പ്രസക്തവും ഇല്ല. ക്രിസ്ത്യാനികൾക്ക് നട്ടലുണ്ട്, അതുകൊണ്ട് പ്രസക്തമാണ്. പക്ഷെ അത് നട്ടലുള്ളത് കൊണ്ടാണ്. ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർക്ക് നട്ടലും സത്യസന്ധതയും ഉള്ളതുകൊണ്ടാണ് അവർ പ്രതികരിച്ചത്. ഏറ്റവും അധികം വിദേശ ഫണ്ട് എത്തുന്നത് കൊല്ലത്തെ മാതാ അമൃതാനന്ദ മഠത്തിന്റെ കീഴിലുള്ള വിവിധ ട്രസ്റ്റുകളിലേക്കാണ്. മുസ്ലിം മതസ്ഥാപനങ്ങളും ധാരാളം വിദേശ ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത ആവേശവും പരാതിയും എങ്ങനെയാണ് ബിഷപ്പുമാർക്കുണ്ടായത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു. ഈ എല്ലാവർക്കും വേണ്ടി, അതായത് നാളെ ഏത് ഫണ്ട് വന്നാലും ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ലാഭേച്ഛയും സ്വാർത്ഥ ഇച്ഛയും കൊണ്ട് ഇവരെ വരുതിയിൽ വരുത്താനും ഇവരിൽ നിന്ന് പണം പിടുങ്ങാനും ഇവരിൽ നിന്ന് അഴിമതി നടത്താനും ഉള്ള ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വന്ന് ഇവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയക്കാരന് കൈയിട്ട് വരാനുള്ള സ്പേസായി NGOയും ആത്മീയ സ്ഥാപനങ്ങളും മാറരുത് എന്ന ഉത്തമ ബോധ്യത്തിൽ എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ക്രിസ്ത്യൻ സഭകൾ പോരാട്ടത്തിനിറങ്ങിയത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ മോശമായി ബാധിക്കുന്ന തരത്തിലേക്ക് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ നിലപാട് മാറുകയുണ്ടായി.
ക്രൈസ്തവ സഭകളെ മോശമാക്കുന്ന രീതിയിൽ BJPയുടെ നിലപാട് മാറുകയുണ്ടായി. പിന്നെ എന്തിനാണ് സാർ ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യുന്നത്? സ്നേഹം കൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ സാറിനെ അല്ല ഉദ്ദേശിച്ചത്, BJPക്കാരെ കാണുമ്പോൾ ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനെയോ സംഘക്കാരെ ചിരിക്കുമായിരിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വോട്ട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന വോട്ട് ആർക്കാ കൊടുക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ വെളിയിൽ ചിരിക്കുന്നതിലല്ല, കൂടെ നിൽക്കുന്നതിലാണ്. ഈ ആത്മാർത്ഥത ഇല്ലായ്മ കൊണ്ടാണ് BJPക്ക് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാത്തത്. നമ്മളെ ഹിന്ദുക്കളുടെ വെച്ചാ പറയണം, നമ്മളെ ഹിന്ദുക്കളെ വിറ്റ കാശ് ക്രിസ്ത്യാനികളുടെ ഉണ്ട്. ഈ നമ്പർ ഇട്ടുകൊണ്ട് ചെന്നാൽ അവർക്ക് കള്ളത്തരമെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്ത് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാൻ വഴി ഉണ്ടാക്കിയതിനു ശേഷം ക്രിസ്ത്യാനികൾ ഞങ്ങൾക്കെതിരായി എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം? BJPക്കാരായിട്ടും ക്രൈസ്തവ സഭയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന PC ജോർജിനും മകനും വലിയ ക്ഷീണമാണ്. ക്രൈസ്തവ സഭകളുടെ ലക്ഷ്യത്തിനെല്ലാം ഉൾക്കൊള്ളും നല്ലതാ. ഷോണും PC ജോർജ് സാറുമാണ് ഞങ്ങളെ ശബരിമല ലക്ഷ്യം ഒരുപാട് സഹായിച്ചത്. പക്ഷെ നിങ്ങൾ മുസ്ലിങ്ങളുടെ പുറത്ത് കുതിര കയറുന്നത് എന്തിനാ? ഇല്ലാത്ത ലവ് ജിഹാദും ലാൻഡ് ജിഹാദും തുപ്പൽ ജിഹാദും തുമ്മൽ ജിഹാദും പോലുള്ള സാധനങ്ങൾ കൊണ്ടിരുന്നത് എന്തിനാ? ഏറ്റവും ശക്തമായി ശരിക്കും ഷോണൊക്കെ അതിനെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഷോണൊക്കെ അതിശക്തമായി ഒരു വേദിയിൽ പോലും കയറാതെ പിന്നിൽ നിന്ന് ശബരിമല പ്രക്ഷോഭത്തിന് അത്രമാത്രം സപ്പോർട്ട് ചെയ്തതാണ്. ഷോണിനെ പല വേദികളിലും കേട്ടതെന്ന് പറഞ്ഞാൽ ഷോൺ കയറിയിട്ട് പോലുമില്ല. അത് ഷോണിന്റെ നന്മ. പക്ഷെ നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ പുറത്ത് കുതിര കയറുന്നത് എന്തിനാണ്? അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് PC ജോർജ് സാർ അടക്കം ഈ മുസ്ലിങ്ങളുടെ പുറത്ത് കുതിര കയറിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അവിടെയാണ് മതസൗഹാർദ്ദത്തോടു കൂടി ക്രിസ്ത്യൻ സഭയുടെയും രാജ്യത്തിന്റെയും ലക്ഷ്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമുക്കെന്ന് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഹിന്ദു, അങ്ങയുടെ കാര്യത്തിൽ ക്രിസ്ത്യൻ, വേറൊരാളുടെ കാര്യത്തിൽ മുസ്ലിം. നമുക്ക് നമ്മുടെ സമുദായത്തിന്റെ കാര്യം നോക്കണം, അതോടൊപ്പം എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ? ഈ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് BJPയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർക്കുകയും തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെയാണ് FCRA കൊണ്ടുവന്നത്, രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുടെ FCRA കൊണ്ടുവന്നത്. തെറ്റായ ആ നിയമത്തെ എതിർക്കുന്നത് ധാർമ്മികവും സത്യസന്ധവും ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുമാണ്. വോട്ട് കുറയാനുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ BJPയുടെ കീഴിൽ തന്നെ ജീവിക്കേണ്ടി വരുമെന്നതാണ്. അത് കേട്ടോണേ, ഒന്നുകൂടെ കേൾക്കണേ. BJPയുടെ കീഴിൽ ജീവിക്കാൻ BJPക്കോ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സ്ത്രീധനം കിട്ടിയതാണോ ഈ നാട്? ഈ ഇന്ത്യ മഹാരാജ്യം BJPക്കോ കോൺഗ്രസിനോ CPMനോ സ്ത്രീധനം കിട്ടിയെന്നാണോ ഷാജൻ സാർ വിചാരിക്കുന്നത്? ഒന്നുകൂടെ കേൾക്കണത്. അധ്യക്ഷന്മാർ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ BJPയുടെ കീഴിൽ തന്നെ ജീവിക്കേണ്ടി വരുമെന്നതാണ്. ഈ അടിമത്ത മനോഭാവമാണ്. അത്തരം വരട്ട് വീട്ടി വെച്ചാൽ മതി, ആരാണെങ്കിലും വീട്ടി വെച്ചാൽ മതി. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും വേറെ ഏതാ പാർട്ടി, CPI ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ആരുടെയും കീഴിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയോ നരേന്ദ്രമോദിയുടെയോ പിണറായി വിജയന്റെയോ ഔദാര്യത്തിലല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളായിട്ടാണ്. ആ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ ഒരാളുടെയും ഔദാര്യത്തിൽ ആരുടെയും കീഴിലല്ല. ഈ സത്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എപ്പോഴും അധികാരവർഗത്തോട് അടിമത്ത മനോഭാവം കാണിക്കുന്നത്. ഇത് പല ആൾക്കാരും ഉണ്ട്. ഇത് ശബരിമല ലക്ഷത്തിൽ ഞങ്ങൾ കണ്ടതാ. കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാർ പറഞ്ഞു, അയ്യോ സുപ്രീം കോടതി പറഞ്ഞതല്ലേ, നമ്മുടെ ഭരണാധികാരിനെതിരല്ലേ, മുഖ്യമന്ത്രിക്ക് എങ്ങനെങ്കിലും യുവതികളെ കേട്ടാൻ ആഗ്രഹം, നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാം. അപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നത് എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ആരുടെ അടിമയൊന്നുമല്ല നമ്മള്. നമുക്ക് അവകാശമുണ്ട്, ഓരോരുത്തർക്കും അവകാശമുണ്ട്. നമ്മൾ ഒരുമിച്ച് ആ അവകാശങ്ങളെ റേസ് ചെയ്യും. ചിലത് എന്താ പറയണേ, നമ്മൾ പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും, നമ്മൾ പറയുന്നതാണ് ശരിയെന്ന്. വേറൊരാള് കൺവിൻസ് ചെയ്യാൻ നോക്കും, അവർ പറയുന്നതാണ് ശരിയെന്ന്. കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവർ ജയിക്കും. അല്ലാതെ BJPയുടെ കീഴിലോ കോൺഗ്രസിന്റെ കീഴിലോ CPMന്റെ കീഴിലോ ഒന്നുമല്ല ഇന്ത്യ മഹാരാജ്യം ഒരുത്തനും ആർക്കും. രാഹുൽ ഗാന്ധിക്കോ നരേന്ദ്രമോദിക്കോ പിണറായി വിജയനോ രാഹുൽ ഈശ്വറിനോ നിങ്ങൾക്കോ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ വീട്ടിൽ സ്ത്രീധനം കിട്ടിയതല്ല. BJP ഭരണത്തിന് കീഴിൽ പ്രയോജനമില്ലാതെ അവരോട് ഉടക്കി നിൽക്കുന്നത് കൊണ്ട് എന്തു ഗുണം എന്നാലോചിക്കണം. ഇത് ഷാജൻ സാറിന്റെ പ്രത്യേകത. ഷാജൻ സാർ അമേരിക്കയിലാണ് ഈ പറയാറുന്നത്, എന്തായാലും ട്രംപേ ഭരിക്കൂ, 2 വർഷം കൂടെ ട്രംപ് ഉണ്ടാകും, എന്തിനാണ് പോപ്പ് മെനക്കെട്ട് ട്രംപിനെയൊക്കെ എതിർക്കുന്നത്, അതും മുസ്ലിം രാജ്യമായ ഇറാന് വേണ്ടി എന്തിനീ പോപ്പ് മെനക്കേടൊക്കെ ചെയ്യണം? ട്രംപ് പറയുന്നത് കേട്ടങ്ങ് നിന്നാ പോലെ, എന്തിനാണ് ട്രംപിന്റെ ചീത്ത കേൾക്കുന്നത്? അത് ചെയ്യാത്ത എന്താ അറിയോ, ഷാജൻ സാർ പോലും ട്രംപിനെ എതിർത്താണ് നിലപാടെടുക്കുന്നതിന് ഞാൻ അഭിനന്ദിക്കുന്നു. പോപ്പിന്റെ സത്യസന്ധതയാണ്, പോപ്പിന്റെ ഉള്ളിലെ ദൈവീക ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അധികാരവർഗത്തിന്റെ അമിതാധികാര പ്രയോഗത്തിനും അനീതിക്കും വശംവദരാകില്ല, നമ്മൾ താഴ്ന്നു നിന്ന് കൊടുക്കില്ല. ഒരിക്കലും ക്രൈസ്തവരെ ഒറ്റപ്പെടുത്താനോ അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനോ BJP ലക്ഷ്യം വയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണങ്ങൾ നടത്തി മുറവിളി കൂട്ടുന്നവർക്ക് കൊടി പിടിച്ച് തിരുമേനിമാർ പണി ചോദിച്ചു വാങ്ങരുതെന്ന് BJPയോട് അടുത്ത വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. മുന്നറിയിപ്പ് നൽകുന്നു അല്ല, ആരാന്നാണ് നിങ്ങളുടെ വിചാരം? എനിക്ക് മനസ്സിലാവണില്ല. ഈ രാഷ്ട്രീയ പാർട്ടികള് ജനങ്ങളുടെ വോട്ട് മേടിച്ച് വരുന്നവരാണ്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളല്ല ജനങ്ങൾ. BJPക്ക് നിലപാട് കാണും, അവർക്ക് വിജയിപ്പിക്കാൻ ശ്രമിക്കാം. കോൺഗ്രസിന് നിലപാട് കാണും, CPMന് നിലപാട് കാണും.
പക്ഷേ ജനങ്ങൾ അവർക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്. ജനങ്ങൾക്കല്ല BJP-യോ CPM-ഓ കോൺഗ്രസോ മുന്നറിയിപ്പ് നൽകേണ്ടത്. ഈ ഭീഷണിയുടെ സ്വരമാണ്, അത് വീട്ടിൽ വെച്ചാൽ മതി. കെ ജേക്കബ് ഇങ്ങനെ എഴുതുന്നു, നമ്മുടെ ജിതിൻ ഭായിയുടെ പോസ്റ്റ്. പുരോഹിതനാകാൻ കുറഞ്ഞത് 10 വർഷം മുതൽ 14 വർഷം വരെ പഠിക്കണം. പല സഭകളിലും ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇക്കാലയളവിൽ ഇവർ ബൈബിൾ, ദൈവശാസ്ത്രം തുടങ്ങിയവ മാത്രമല്ല പഠിക്കുന്നത്. സൈക്കോളജി, ഫിലോസഫി, ലിറ്ററേച്ചർ, ചരിത്രം, നിയമം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, വിവിധ മതങ്ങളെക്കുറിച്ചുള്ള പഠനം, വിവിധ ഭാഷകൾ, പൗരശാസ്ത്രം എന്നു തുടങ്ങി ടേബിൾ മാനേഴ്സ് വരെ പഠിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പുരോഹിതർക്ക് വലിയ അറിവും ലോകവിവരവും ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്ത ശേഷം ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് പറഞ്ഞത് ഇനി ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തോടല്ല സഹതാപം തോന്നിയത്, അദ്ദേഹത്തിന്റെ സഭയോടാണ്. ഇത്രയും വിവരമില്ലാത്ത ആളുകളെയൊക്കെ ആണല്ലോ ഇവർ പുരോഹിതരായും ബിഷപ്പ്. അദ്ദേഹത്തിന്റെ വിവരത്തിന്റെ 100-1 എനിക്കോ സാറിനോ ജിതിനോ ഇല്ല. മാർ കൂർലോസ് തിരുമേനിയുടെ വിവരത്തിനും അറിവിനും റീഡിങ്ങിനും 100-1 ഇല്ല. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ എന്ന് പറയേണ്ട എല്ലാവരുടെയും ജീവിതത്തിൽ അബദ്ധമൊക്കെ പറ്റൂലേ? അദ്ദേഹം മെറ്റഫോറിക് ആയിട്ട് ഒരു ആശയം മുമ്പോട്ട് വെച്ചതാണ്. അല്ല, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ലെഫ്റ്റ് ലിബറലാണ്. അദ്ദേഹത്തിന് ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അത് വേറെ. പക്ഷേ നമ്മളെക്കാളെല്ലാം പ്രായമുള്ള മുതിർന്ന തിരുമേനിയുടെ അറിവിന്റെ 10-1 ഇല്ലാത്ത നമ്മളാണ് അത് പറയുന്നത്. ഓർത്താമാരായും ഒക്കെ വാഴിക്കുന്നത് എന്നോർത്ത് യാക്കോബായ സഭയുടെ കൂറിലോസ് തിരുമേനിയെ കുറിച്ചാണ് ഈ കുറിപ്പ്. അയാളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ രാഷ്ട്രീയമാണ് പുറത്തു വന്നത് എന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ അയാൾ ഒരു സാമാന്യ ബോധമില്ലാത്ത ആളാണ് എന്ന് പഴയ ഒരു സംഭവം ഓർത്തപ്പോൾ മനസ്സിലായി. അത് അവസാനം പറയാം. ഇന്ത്യയിൽ 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ തൊട്ടുള്ള നിലവിളിയാണിത്. 2014 കഴിഞ്ഞു, 19 കഴിഞ്ഞു, 24-ലും പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ രാജ്യത്തെ സെൻസസ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ മണ്ഡല പുനർനിർണയം കൂടി ഉടൻ പ്രഖ്യാപിക്കും. അതുകൂടി കഴിയുമ്പോൾ ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 540-ൽ നിന്ന് 816-ആയി ഉയരും. അത് മുന്നിൽ കണ്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം പോലും നിർമ്മിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ പ്രശ്നം എന്നത് ജനാധിപത്യപരമായി ഇവർക്ക്, അതായത് ക്രിസ്ത്യൻ സഭകൾ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെ ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ തിരിച്ചു വരിക എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറെക്കുറെ അസാധ്യമാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി BJP-യിൽ ചേരുകയോ വല്ലതും വേണം. ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ വോട്ട് ബാങ്ക് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം BJP-ക്ക് മുന്നിൽ ചെലവാകുന്നില്ല. വെല്ലുവിളി ഏത് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം? സ്വന്തം സമുദായത്തിനും എല്ലാവർക്കും വേണ്ടി എന്ത് നിൽക്കുന്ന രാഷ്ട്രീയവും. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സഭകളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ നാട്ടിന് നമ്മുടെ രാഷ്ട്രീയവും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമല്ലേ ഉള്ളൂ. എത്രയോ നൂറ്റാണ്ടുകളായി ആരോഗ്യം, വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ മേഖലകളിൽ നമ്മുടെ നാട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ സമൂഹമല്ലേ. ഈ കേട്ടോണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുടെയും മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാരോ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലല്ലേ പഠിക്കുന്നത്. ഈ നാടിന്റെ നന്മയ്ക്ക് സെൽഫ്ലെസ് ആയിട്ട് നമ്മുടെ നാട്ടിലെ പള്ളിക്കൂടങ്ങൾ പോലും തുടങ്ങുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ ആദ്യ സംസ്കൃത സ്കൂൾ പോലും തുടങ്ങുന്ന ചാവര പിതാവാണ്. നോക്കി, പരിഹസിച്ചു നോക്കി, പുച്ഛം വാരി വെതറി, ഇരവാദമിറക്കി. പക്ഷെ ക്രിസ്ത്യൻ സഭകളുടെ അജണ്ടകൾ മാത്രം നടക്കുന്നില്ല. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പുകളിലാവട്ടെ ക്രിസ്ത്യൻ സഭകൾക്ക് യാതൊരു റോളുമില്ല എന്നതാണ് വാസ്തവം. അതെന്താ റോളില്ലാത്തത്? അവർ ഇന്ത്യൻ പൗരന്മാരല്ലേ? അവർക്ക് വോട്ടിംഗ് എന്നൊരു സാധനം ഇല്ലേ? ഇവിടെയാണ് ആ അഹങ്കാരത്തിന്റെ സ്വരം ആലോചിച്ച് നോക്കുക. എന്താ ക്രിസ്ത്യൻ സഭകൾക്ക് ഇന്ത്യയിൽ റെലവൻസ് ഇല്ലേ? ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ 2-2.5% കാണും. ഇതുപോലല്ലേ ജൈനന്മാർക്ക് ഇന്ത്യയിൽ ഒരു റോളും ഇല്ലേ? പിന്നെ ആർക്കാ ഇന്ത്യ റോൾ ഉള്ളത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സമുദായങ്ങളുടെ കൂട്ടാണ്. ഇനി ഹിന്ദുക്കളല്ല 80% എന്നാണോ വിചാരിക്കുന്നത്? എത്രയോ വ്യത്യസ്ത ജാതികളാണ്. ഞാൻ ജനിച്ച സമുദായം ബ്രാഹ്മണ സമുദായം 5%, 10% കാണും. എല്ലാ മുന്നോക്ക സമുദായങ്ങളും 10-25% കാണും. പിന്നോക്ക OBC സമുദായങ്ങളെല്ലാം കൂടെ 10-50% കാണും. SC/ST വിഭാഗങ്ങളുണ്ട്, 18-20% മുസ്ലിങ്ങളുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ സഭകൾക്കും റോളില്ല എന്ന് പറയുന്നതും മറ്റും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇവരെന്തോ തൃണവൽക്കരിക്കപ്പെടേണ്ടതാണ്. PC ജോർജ് സാർ പറയുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ചുമക്കുകയാണെന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ക്രിസ്ത്യൻ സഭകളെ ഒന്നും നിങ്ങൾ ചുമക്കണ്ട. BJP എന്ന പാർട്ടി ഉണ്ടായിട്ട്, RSS എന്ന പ്രസ്ഥാനം ഉണ്ടായിട്ട് 100 വർഷം അല്ലേ ആയുള്ളൂ. ലോകത്ത് 2000 വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് സഭ. സഭയോട് സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ആദരവിന്റെയും ബേസിൽ ഒരു നിലപാടെടുത്താൽ നല്ലതാണ്. അല്ലാതെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും നിലപാട് ആരോടും വേണ്ട. അവിടെയാണ് ഇത് ഒരു പാർട്ടിയും ചെയ്യരുത്. കോൺഗ്രസും ചെയ്യരുത്, CPM ചെയ്യരുത്, പിന്നെന്താ BJP ചെയ്യരുത്, മുസ്ലിം ലീഗും ചെയ്യരുത്, ആം ആദ്മി പാർട്ടിയും ചെയ്യരുത്. ഈ അഹങ്കാരത്തിന്റെ സ്വരമാണ് പ്രശ്നം. വിചാരിച്ചാൽ കൂടി വന്നാൽ 4-5 സീറ്റുകളിൽ MP-മാരെ വിജയിപ്പിക്കാൻ പറ്റും. അടുത്ത മണ്ഡല പുനർനിർണയം കൂടി കഴിയുന്നതോടെ ഇവരുടെ ഇപ്പോഴത്തെ വോട്ട് ബാങ്ക് ബ്ലാക്ക് മെയിലിംഗ് പോലും ആരും മൈൻഡ് ചെയ്യാതെയാകും. മതം മാറി ക്രിസ്തുമതം സ്വീകരിച്ചവർക്ക് ദളിത് സംവരണം ലഭിക്കില്ല എന്ന 1950-ലെ നിയമം സുപ്രീം കോടതി ഒരിക്കൽ കൂടി ഡീറ്റെയിലായിട്ട് പോകുന്നുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് വിടാം. ജനാധിപത്യ വരുതേ അത് വിജയമാണ് എന്നൊക്കെ വിലസ് നടത്തിയ ഭരണത്തിൽ വിദേശ സാമാന്യ ബോധം 1 ലക്ഷം രൂപ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട്. എന്തുകൊണ്ടാണ് ഒരു സാധാരണ ക്രിസ്ത്യാനി വോട്ട് ചെയ്യാത്തത്?
ഈ ഭീഷണിയുടെ സ്വരം ഉള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്, ഈ അധിക്ഷേപം ഉള്ളതുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത്. അതുകൊണ്ട് ഓർക്കേണ്ട ഏക കാര്യം ഇതാണ്, യഥാർത്ഥത്തിൽ നേരത്തെ കാണിക്കാൻ ഞാൻ വെച്ചിരുന്ന വിട്ടുപോയി, സാക്ഷാൽ നെപ്പോളിയനും ഹിറ്റ്ലറും സ്റ്റാലിനും പള്ളി പേടിച്ചിട്ടില്ല. അങ്ങനെ ആരെയും പേടിച്ചല്ല. എന്നാൽ സ്നേഹത്തിന്റെ ഭാഷയിൽ പോയ എല്ലാവരോടും പള്ളി, അല്ലെങ്കിൽ പള്ളി മാത്രമല്ല, മുസ്ലിം പള്ളിയാണെങ്കിലും ഹിന്ദു ക്ഷേത്രമാണെങ്കിലും സന്യാസി മഠങ്ങളാണെങ്കിലും സമവായം കണ്ടെത്തുന്നതിലൂടെ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ അധിക്ഷേപം ചൊരിയുന്നതിലൂടെ പേടിപ്പിച്ച് ശരിയാക്കാന്നൊന്നും ആരെയും കൂടെ വിചാരിക്കണ്ട. അത് ഷാജിൻ സാറിന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഭംഗിക്ക് പറയുന്നില്ല, എനിക്ക് ഷാൻ സാറിനെ ഇഷ്ടമാണ്, ജിതിൻ ബ്രോയെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഭീഷണിയുടെ സ്വരം വേണ്ട. അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. നിങ്ങൾ ക്രിസ്ത്യാനികളായി ജനിച്ചു കാണും, പക്ഷേ ക്രിസ്ത്യൻ സഭകളെ അറിയാത്തതുകൊണ്ടാണ്. ആ ക്രിസ്ത്യൻ സഭകളെ അറിയുന്ന രണ്ട് കാര്യം കൂടെ പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ ക്രിസ്ത്യൻ സഭകളുടെ ഞാൻ ചരിത്രത്തിലെ കുറെ മഹത്തരമായ പ്രതിരോധങ്ങളുടെ കഥകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പ്രതിരോധങ്ങളുടെ മഹത്തരമായ ഇൻസ്റ്റൻസുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഇൻസ്റ്റൻസും കൂടെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. നെപ്പോളിയൻ യഥാർത്ഥത്തിൽ 1809 പോപ്പ് പയസ് 7 പ്രതിരോധം, അദ്ദേഹത്തിന്റെ ഇമ്പീരിയൽ, അതായത് പോപ്പ് പയസ് 7 നെപ്പോളിയനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ വർഷങ്ങളോളം നെപ്പോളിയൻ അദ്ദേഹത്തെ തടവുകാരനാക്കിയിട്ടുണ്ട്. സ്റ്റാലിന്റെ റഷ്യയിൽ ഓർത്തഡോക്സ് പള്ളി, അതായത് ഈ എത്തിയിസ്റ്റിക് ആയ സോവിയറ്റ് റൂളിനെതിരെ അതിശക്തമായ പ്രതിരോധം പള്ളി ഉയർത്തുകയും ഒരുപാട് വിശ്വാസികളും പള്ളികളും ടാർഗറ്റ് ആയിട്ടുണ്ട്. ഹിറ്റ്ലറിന്റെ കാലത്ത് കൺഫസിംഗ് ചർച്ച്, എനിക്ക് തോന്നുന്നു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്, കൺഫസിംഗ് ചർച്ച്, ഡേട്രിക് ബോൺഹോഫർ, അവർ നാസിഫിക്കേഷൻ ഓഫ് ചർച്ച്, അതിനെ എതിർത്തതിന് അറസ്റ്റിലായ, അല്ലെങ്കിൽ അതിനെ എതിർത്തതിന് അറസ്റ്റിലായ അദ്ദേഹത്തെ 1943 അറസ്റ്റ് ചെയ്യുകയും 45 അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തു. മാർട്ടിൻ ലൂതർ കിങ്, അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരന്റെ ധാർഷ്ട്യം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തീയ പൗരോഹിത്യത്തിൽ നിന്നും റെസിസ്റ്റ് ചെയ്ത ആളാണ്. യഥാർത്ഥത്തിൽ നെപ്പോളിയനെയും സ്റ്റാലിനെയും ഹിറ്റ്ലറെ പേടിച്ചിട്ടില്ല, അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരനെ പേടിക്കുന്നില്ല. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റിയുടെ യേശുക്രിസ്തുവിന്റെ പാതയിൽ, എന്തിന് യേശുക്രിസ്തു റോമ സാമ്രാജ്യത്തെ പേടിച്ചിട്ടില്ല. അപ്പോൾ സാമ്രാജ്യങ്ങൾ വരും പോവുകയും ചെയ്യും, ആത്മീയ പാത എന്നും നിലനിൽക്കുകയും ചെയ്യും. ആ തിരിച്ചറിവ് ഉണ്ടാകട്ടെ. ആ തിരിച്ചറിവിന് കർത്താവ് ഈശോ മിശിഹായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബുദ്ധി തരട്ടെ.